ഹലോ ഫ്രണ്ട്സ്, എഫ് ഗുരു മലയാളത്തിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിയർ ടു പിയർ ലെൻഡിംഗ് ഉദയവും അസ്തമയവും, ഒരുപക്ഷെ പുനർജന്മവും, വിപ്ലവകരമായ ഒരു നൂതനതയുടെ തകർച്ച. പിയർ ടു പിയർ P2P ലെൻഡിംഗ് എന്ന ആശയം വായ്പ തേടുന്നവരെ പണം നൽകാൻ തയ്യാറുള്ളവരുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നത് ഇന്ത്യയിലെ സങ്കീർണമായ ക്രെഡിറ്റ് രംഗത്ത് ഒരു വിപ്ലവകരമായ പരിഹാരമായി തോന്നിയിരുന്നു. കർശനമായ യോഗ്യതാ മാനദണ്ഡങ്ങളും നീണ്ട നടപടിക്രമങ്ങളുമുള്ള ട്രഡീഷണൽ ബാങ്കുകൾ പലപ്പോഴും വ്യക്തികളെയും ചെറുകിട ബിസിനസ്സുകളെയും ഒഴിവാക്കിയിരുന്നു. ഇടനിലക്കാരെ ഒഴിവാക്കി വായ്പക്കാർക്ക് കൂടുതൽ ആകർഷകമായ ഓപ്ഷനുകളും പണം കൊടുക്കുന്നവർക്ക് സാധ്യതയുള്ള ഉയർന്ന വരുമാനവും വാഗ്ദാനം ചെയ്ത് ക്രെഡിറ്റിലേക്കുള്ള പ്രവേശനം ജനാധിപത്യവൽക്കരിക്കുമെന്ന് P2P പ്ലാറ്റ്ഫോമുകൾ വാഗ്ദാനം ചെയ്തു. ആദ്യകാല പ്രതീക്ഷ. ഇന്ത്യയിലെ P2P ലെൻഡിംഗിന്റെ ആദ്യകാലം പ്രതീക്ഷയും ത്വരിതഗതിയിലുള്ള വളർച്ചയും കൊണ്ട് നിറഞ്ഞിരുന്നു. റീറ്റെയിൽ നിക്ഷേപകരെയും ബദൽ ധനസഹായം തേടുന്ന വായ്പക്കാരെയും ആകർഷിച്ച് പ്ലാറ്റ്ഫോമുകൾ വളർന്നു. ആകർഷണം നിഷേധിക്കാനാവാത്തതായിരുന്നു. ലെൻഡർമാർക്ക്, അതായത് കടം കൊടുക്കുന്നവർക്ക് ഉയർന്ന വരുമാനം ട്രഡീഷണൽ ഫിക്സഡ് ഡെപ്പോസിറ്റുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ P2P പ്ലാറ്റ്ഫോമുകൾ ഗണ്യമായി ഉയർന്ന വരുമാനത്തിനുള്ള സാധ്യത വാഗ്ദാനം ചെയ്തു. നിക്ഷേപകരെ അവരുടെ പോർട്ട്ഫോളിയോ വൈവിധ്യവൽക്കരിക്കാൻ പ്രോത്സാഹിപ്പിച്ചു. വായ്പക്കാർക്ക് കുറഞ്ഞ പലിശ നിരക്ക്. ഇടനിലക്കാരെ ഒഴിവാക്കുന്നതിലൂടെ P2P പ്ലാറ്റ്ഫോമുകൾ ട്രഡീഷണൽ ബാങ്ക് വായ്പകളേക്കാൾ കുറഞ്ഞ പലിശ നിരക്ക് വായ്പക്കാർക്ക് വാഗ്ദാനം ചെയ്യുകയും അവയെ കൂടുതൽ പ്രാപ്യവും വില കുറഞ്ഞതുമാക്കുകയും ചെയ്തു. വേഗത്തിലുള്ള ലോൺ പ്രോസസ്സിംഗ്. ലളിതമായ ഓൺലൈൻ അപേക്ഷാ പ്രക്രിയ ബാങ്കുകളിലെ പലപ്പോഴും നീണ്ട നടപടിക്രമങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വേഗത്തിലുള്ള ലോൺ അംഗീകാരം വാഗ്ദാനം ചെയ്തു. വർദ്ധിച്ച സാമ്പത്തിക ഉൾപ്പെടുത്തൽ. പരിമിതമായ ക്രെഡിറ്റ് ചരിത്രമുള്ളവരെയും ദൂരദേശങ്ങളിൽ താമസിക്കുന്നവരെയും പോലുള്ള സേവനമില്ലാത്ത ജനവിഭാഗങ്ങളിലേക്ക് P2P പ്ലാറ്റ്ഫോമുകൾക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. പ്രശ്നങ്ങളുടെ വിത്തുകൾ. എന്നിരുന്നാലും P2P ലെൻഡിംഗ് മേഖലയുടെ ത്വരിതഗതിയിലുള്ള വളർച്ച അതിന്റെ തകർച്ചയുടെ വിത്തുകൾ വിതച്ചു. നിരവധി ഘടകങ്ങൾ വർദ്ധിച്ചുവരുന്ന ആശങ്കകൾക്ക് കാരണമായി. ആക്രമണാത്മക ലെൻഡിംഗ് രീതികൾ. ത്വരിതഗതിയിലുള്ള വളർച്ചയുടെ അന്വേഷണത്തിന് നയിക്കപ്പെട്ട ചില പ്ലാറ്റ്ഫോമുകൾ ആക്രമണാത്മക ലെൻഡിംഗ് രീതികളിൽ ഏർപ്പെട്ടു. അവർ യോഗ്യതാ മാനദണ്ഡങ്ങൾ ലഘൂകരിച്ചു, അണ്ടർറൈറ്റിംഗ് മാനദണ്ഡങ്ങൾ കുറച്ചു, ക്രെഡിറ്റ് ചരിത്രം മോശമായ വായ്പക്കാർക്ക് പോലും ക്രെഡിറ്റ് നീട്ടി. ഇത് ഡിഫോൾട്ടുകളുടെയും നോൺ പെർഫോമിംഗ് ആസ്തികളുടെയും NPAs സാധ്യത വർദ്ധിപ്പിച്ചു. അസന്തുലിതമായ പ്രോത്സാഹനങ്ങൾ. ഡയറക്റ്റ് പിയർ ടു പിയർ ലെൻഡിംഗ് സുഗമമാക്കുന്നതിൽ നിന്ന് ശ്രദ്ധ കൂടുതൽ ലാഭനിർദ്ദേശിതമായ മോഡലിലേക്ക് മാറി. പ്ലാറ്റ്ഫോമുകൾ വായ്പകൾ കൂട്ടിച്ചേർത്ത് വലിയ ലോൺ പോർട്ട്ഫോളിയോകൾ സൃഷ്ടിക്കാൻ തുടങ്ങി. തന്നെ വായ്പ നൽകുന്നതിലേക്ക് പോലും തിരിഞ്ഞു. ഇടനിലക്കാർക്കും ലെൻഡർമാർക്കും ഇടയിലുള്ള വരമ്പ് മങ്ങിച്ചു. ഇത് താൽപര്യ സംഘർഷങ്ങൾ സൃഷ്ടിക്കുകയും സിസ്റ്റമിക് റിസ്ക് വർദ്ധിപ്പിക്കുകയും ചെയ്തു. സുതാര്യതയില്ലായ്മ. P2P ലെൻഡിംഗ് സ്പേസിൽ സാങ്കേതിക സവിശേഷതകളുടെയും സുതാര്യതയുടെയും അഭാവം നിക്ഷേപകരെയും റെഗുലേറ്റർമാരെയും ആശങ്കപ്പെടുത്തി. വായ്പക്കാർക്കും ലെൻഡർമാർക്കുമിടയിൽ വിവര അസമമിതി വ്യാപകമായിരുന്നു. നിക്ഷേപകർക്ക് അറിവുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് ബുദ്ധിമുട്ടാക്കി. റെഗുലേറ്ററി പരിശോധന. മേഖല വളർന്നതോടെ നിക്ഷേപകരെ സംരക്ഷിക്കുകയും ധനകാര്യ സംവിധാനത്തിന്റെ സ്ഥിരത ഉറപ്പാക്കുകയും ചെയ്യുന്നതിന് കൂടുതൽ നിയന്ത്രണം ആവശ്യമാണെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI തിരിച്ചറിഞ്ഞു. ഇത് വർദ്ധിച്ച പരിശോധനയ്ക്കും കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനും ഇടയാക്കി. 2024 ഓഗസ്റ്റിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI P2P ലെൻഡിംഗ് മേഖലയിലെ അമിത വളർച്ച തടയുകയും സുരക്ഷിതമായ വളർച്ച ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായി കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. പ്രധാന നിബന്ധനകൾ. ലോൺ പൂളിംഗ് നിരോധനം. പ്ലാറ്റ്ഫോമുകൾക്ക് ലോൺ പൂൾ ചെയ്യുന്നത് നിരോധിച്ചു. പ്ലാറ്റ്ഫോമുകളുടെ നേരിട്ടുള്ള വായ്പ നിരോധനം. താൽപര്യ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ. ലെൻഡിംഗ് ബോറോയിംഗ് പരിധികൾ. വ്യക്തികൾക്ക് P2P പ്ലാറ്റ്ഫോമുകൾ വഴി കടം കൊടുക്കാനും കടം വാങ്ങാനും കഴിയുന്ന പരമാവധി തുകയ്ക്ക് പരിധി നിശ്ചയിച്ചു. T+1 സെറ്റിൽമെന്റ്. എല്ലാ ഇടപാടുകളും ഒരു ദിവസത്തിനുള്ളിൽ തീർപ്പാക്കേണ്ടത് നിർബന്ധമാക്കി. നിക്ഷേപക സംരക്ഷണം. വർദ്ധിച്ചുവരുന്ന പ്രദർശന ആവശ്യകതകളും ഉയർന്ന റിസ്ക് ലെൻഡിംഗ് റെസ്ട്രിക്ഷനുകളും ഉൾപ്പെടെയുള്ള നിക്ഷേപക സംരക്ഷണ നടപടികളിൽ ഊന്നൽ നൽകി. നിയന്ത്രണങ്ങളുടെ സ്വാധീനം. കുറഞ്ഞ ലാഭക്ഷമത. ലോൺ പൂളിംഗ് റെസ്ട്രിക്ഷനുകളും പ്ലാറ്റ്ഫോം ലെൻഡിംഗ് നിരോധനവും നിരവധി P2P പ്ലാറ്റ്ഫോമുകളുടെ ലാഭക്ഷമതയെ ഗണ്യമായി ബാധിച്ചു. വർദ്ധിച്ച പ്രവർത്തന ചെലവുകൾ. T+1 സെറ്റിൽമെന്റ് ആവശ്യകതയും മറ്റ് റെഗുലേറ്ററി അനുസരണ നടപടികളും പ്ലാറ്റ്ഫോമുകൾക്ക് പ്രവർത്തന ചെലവുകൾ വർദ്ധിപ്പിച്ചു. മന്ദഗതിയിലുള്ള വളർച്ച. കർശനമായ നിയന്ത്രണങ്ങൾ പുതിയ നിയമങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുകയും മാറിക്കൊണ്ടിരിക്കുന്ന രംഗത്ത് നാവിഗേറ്റ് ചെയ്യുകയും ചെയ്യുന്നതിനാൽ മേഖലയുടെ വളർച്ച മന്ദഗതിയിലാക്കി. അമിത നിയന്ത്രണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ. ചില P2P കമ്പനികൾ നിയന്ത്രണങ്ങൾ അമിതമായി പോയെന്നും അത് നൂതനതയെ തടയുകയും സാധ്യതയുള്ള ഒരു പരിവർത്തനാത്മക മേഖലയുടെ വളർച്ച തടസ്സപ്പെടുത്തുകയും ചെയ്യുമെന്നും വാദിക്കുന്നു. ഭാവിയിലേക്കുള്ള വഴി. വെല്ലുവിളികൾ ഉണ്ടായിരുന്നിട്ടും ഇന്ത്യയിലെ P2P ലെൻഡിംഗിന്റെ സാധ്യത ഗണ്യമാണ്. ട്രഡീഷണൽ ബാങ്കിംഗ് ചാനലുകളാൽ സേവനമില്ലാത്ത വ്യക്തികൾക്കും ചെറുകിട ബിസിനസ്സുകൾക്കും ക്രെഡിറ്റിലേക്കുള്ള പ്രവേശനം വികസിപ്പിക്കുന്നതിൽ ഈ മേഖലയ്ക്ക് ഇപ്പോഴും നിർണായകമായ പങ്ക് വഹിക്കാൻ കഴിയും. എന്നിരുന്നാലും ഇത് നൂതനത പ്രോത്സാഹിപ്പിക്കുകയും ഉത്തരവാദിത്ത വളർച്ചയും നിക്ഷേപക സംരക്ഷണവും ഉറപ്പാക്കുകയും ചെയ്യുന്ന തരത്തിൽ ഒരു സന്തുലിതമായ സമീപനം ആവശ്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.